ഇന്ന് അയോധ്യയിലെ രണ്ടാം ദിനം. നേരെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി. ഇന്നത്തെ ലക്ഷ്യം സരയൂ നദീതീരമാണ്. നമുക്ക് ആ സരയൂ നദീതീരത്ത് കാണാം എന്ന് പറയുന്ന ഗാനമില്ലേ, ആ സരയൂ തന്നെ. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു തൊപ്പിയൊക്കെ സംഘടിപ്പിച്ചു. നേരെ വെച്ച് പിടിച്ചു സരയൂയിലേക്ക്. ഈ പഴയ നഗരത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടാണ് ഞാനങ്ങ് നടക്കുന്നത്. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ ഒരു ഹൈവേ കിട്ടും. ആ ഹൈവേയിൽ നിന്നും ഷെയർ ഓട്ടോറിക്ഷകളുണ്ട് അയോധ്യധാമിലേക്ക്, അതായത് രാമന്റെ ജന്മദേശത്തേക്ക്. ആ ക്ഷേത്രം പിന്നിട്ട് വേണം സരയൂവിലേക്ക് പോകുവാൻ. ഇന്നലെ കൂടുതൽ ക്ഷീണിതനായതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും അവിടുത്തെ ചിത്രീകരിക്കുവാൻ സാധിച്ചില്ല. ദർശനം കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങി പോന്നു. ഇന്നലെ വിട്ടുപോയ കുറെ കാഴ്ചകളൊക്കെ ഇന്ന് ചിത്രീകരിക്കണം. അതിനാണ് നേരത്തെ തന്നെ ഇറങ്ങിയത്. സരയൂ നദീതീരത്തെ ആരതിയിലും ഇന്ന് പങ്കെടുക്കണം. വൈകിട്ട് 6:30ക്കാണ് ആരതി. ഇതെല്ലാം കണ്ണും കേട്ടും അവിടെ ചെല്ലുമ്പോൾ ഏകദേശം ആ സമയം ആകുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നോക്കി നേരെ നീങ്ങി. ഒരു ഓട്ടോറിക്ഷക്കാരനെ കിട്ടി. അയോധ്യയിലേക്ക് ട്രിപ്പ് അടിക്കുന്ന ഓട്ടോറിക്ഷയാണ്. 20 രൂപയാണ് ഇവരുടെ ചാർജ്. ഒരുപാട് ഓട്ടോറിക്ഷകൾ ഉത്തരേന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നമുക്ക് കിട്ടും. എല്ലാം ഷെയർ അടിച്ച് നമുക്ക് പോവാം. വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഒരു വണ്ടി വേറൊരു വണ്ടി കെട്ടിപിടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നു. ഹൈവേകളെല്ലാം നല്ല രസകരമായ കാഴ്ചകളാണ്. നമുക്ക് നല്ല ഹൈവേകളുമാണ്. എന്നാൽ ഹൈവേ വിട്ട് ചില ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയുടെ ചില ചിത്രങ്ങൾ അത്ര നല്ലതല്ല. എന്നാൽ പുരോഗമനം ഇല്ല എന്ന് നമുക്ക് പറയുവാനും സാധിക്കില്ല. അങ്ങനെ അവിടെ എത്തിപ്പെടുവാനുള്ള സമയമായി. നേരെ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ എനിക്കത് കഴിക്കുവാൻ തോന്നുന്നുമില്ല. ഏതായാലും ഒരു ചായ കുടിച്ചേക്കാം. ഒരു ചായ കുടിച്ചു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ചായയും കുടിച്ച് നേരെ അങ്ങ് നടക്കാം. ഇന്നലെ വന്നിറങ്ങിയ അതേ സ്ഥലമാണ്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അയോധ്യ രാമക്ഷേത്രത്തിലെത്തും. അവിടെ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിക്കണം. അദ്ദേഹം പാല് കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ്. അതിന് പാടേക്ക് ഇങ്ങനെ ആക്കി വറ്റിച്ചെടുക്കുകയാണ്. എന്തിനാന്ന് ചോദിച്ചു. അദ്ദേഹം വേറെ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. എനിക്ക് അത്രത്തൊന്നും മനസ്സിലായില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹിന്ദിയിൽ പണ്ഡിതനാണ്. ഞാൻ നേരെ നടന്നു നീങ്ങി. അപ്പോൾ ഒരു ചെറിയ ക്യൂ കണ്ടു. ഞാനും ആ ക്യൂവിൽ കയറി നിന്നു. ഭക്ഷണമാണ്. ഇവിടെ വരുന്ന രാമഭക്തർക്ക് ഇവർ വിളമ്പുന്ന ഭക്ഷണമാണ്. ഫ്രീ ആണ്. നല്ല ഭക്ഷണമാണ്. ചോറും ഇച്ചിരി കറികളും എല്ലാം ഉണ്ട്. ഇല പോലുള്ള ഒരു പാത്രത്തിലാണ് ഇവർ തരുന്നത്. ഇല കൊണ്ട് നിർമ്മിച്ച പാത്രം തന്നെയാണ്. ഞാനും വാങ്ങി. ഇനി ഇതെങ്ങനെയും ഒന്ന് കഴിക്കണമല്ലോ. ഇതെവിടെയും വെക്കണം. ക്യാമറയും എല്ലാം നോക്കി എനിക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ചെറിയൊരു ഇരിപ്പിടം കിട്ടി. അവിടെ സെറ്റാക്കി. പയറും കിഴങ്ങും അടങ്ങുന്ന ഒരു കറിയും നമ്മുടെ ബിരിയാണിയോട് സാമ്യമുള്ള ഒരു ചോറും എന്തോ മധുരമുള്ള ഒരു സംഭവം കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. എന്തായാലും രാവിലെ തന്നെ നല്ലതാണത്. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് തോന്നി. ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ ഒരു പശു എൻ്റെ പാത്രമെല്ലാം താക്കി തുറക്കുകയാണ്. പശുവിനെ ഞാൻ കണ്ടില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ഭക്ഷണം അതിന് വെച്ചേനെ. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ കുറേ ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട് വരുന്നു. എല്ലാം ഒരേ വസ്ത്രത്തിൽ ഒരേ രീതിയിൽ കുറേ കൊടികളും തോരണങ്ങളുമായി വരുന്നു. ക്യാമറ കണ്ടപ്പോൾ തന്നെ അതിന് ഫ്രണ്ടിലേക്കായി എല്ലാവരും. നൃത്തവും പാട്ടും ഡാൻസും കൊട്ടും എല്ലാം ഉണ്ട് ഇവർക്കിടയിൽ. ഇങ്ങനെ വരുന്ന എല്ലാവർക്കും ഒരു നേതാവ് കാണും. അവർ കുറെ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ചില പട്ടാള വാഹനങ്ങളൊക്കെ അതിനിടയിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാം. പട്ടാളക്കാരും ഇവിടെ കാവലുണ്ട്. 33 साल बाद सपना पूरा हुआ है. ഇവരെന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായി. ഇവർ പണ്ട് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് അതിലെ കർസേവകർ എന്നറിയപ്പെടും. ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉള്ളവരാണ്. അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയണം. ഏകദേശം ഒരു അരമണിക്കൂർ എന്റെ ഇവർ കളഞ്ഞു. കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ ഇതെല്ലാം നിങ്ങൾ പുറത്തെത്തിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളത് വന്നിരുന്നു, ഇവിടെ കണ്ടിരുന്നു, ഇവിടെ ഞങ്ങൾ പൊളിക്കുവാൻ കൂടി.
അങ്ങനെ ഇന്ന് രാമക്ഷേത്രം വന്നിരിക്കുന്നു എന്നൊക്കെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഏതായാലും ഞാൻ മുടി കേട്ടു. പിന്നെയും ഞാൻ മുന്നോട്ട് നടന്നു. ഇതിനിടയിൽ ഖരിമാൻഗഡി ക്ഷേത്രവും നമുക്ക് കാണാം. അതൊക്കെ കണ്ടാണ് ഞാൻ മുന്നോട്ട് യാത്ര തിരിക്കുന്നത്. ഇവിടെ നിന്ന് 3 കിലോമീറ്ററാണ് നമ്മൾ നടക്കേണ്ടത് സരയൂ നദിയിലേക്ക്. അപ്പോൾ അടുത്ത ഗ്രൂപ്പിനെ കണ്ടു. അവരും കുറെ വിശേഷങ്ങൾ പറയുന്നു. അവർക്കെല്ലാം ഒരേ തരത്തിലുള്ള യൂണിഫോമാണ്. ഇവർ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്കായി. നിങ്ങൾ കേരളത്തിൽ നിന്നും കുറെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, സ്പെഷ്യൽ ട്രെയിനിങ് തുടങ്ങിയിരിക്കുന്നു, ഇങ്ങോട്ട് വന്നോളൂ. ഇവരും ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അവരുടെ നമ്പരൊക്കെ വാങ്ങി. പിന്നീട് എൻ്റെ ക്യാമറ കണ്ടപ്പോൾ ഇവരും കയറി നിന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാൻ. ആദ്യം ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുത്തു. പിന്നീട് ഓരോരുത്തരായി വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തായി. അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് നൽകി. പല വേഷങ്ങളിലും പല രീതിയിലും പല പോസിലും നിന്നാണ് അവർ ഫോട്ടോയ്ക്ക് നിൽക്കുന്നത്. അതെല്ലാം എടുത്ത് ഞാൻ നൽകി. ഇനി എൻ്റെ യാത്രകളിൽ കറങ്ങിത്തിരിഞ്ഞ് ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവരെ വിളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ വളരെ സങ്കടകരമായ ഒരു കാഴ്ച കണ്ടു. സമൃദ്ധിയുടെ അത്ഭുതത്തിന്റെ വലിയൊരു നാടെന്ന് ഇപ്പോൾ വിളംബരം കൊള്ളുന്ന അയോധ്യയിലെ മണ്ണിൽ ഇങ്ങനൊരു കാഴ്ച. അന്നത്തിനായി ബുദ്ധിമുട്ടുന്ന ഒരു കൊച്ചുകുട്ടി. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വിവാദമായ ഒരു രൂപം മുന്നിൽ, ഒരു വലിയ വീണ. പക്ഷേ ഈ വീണ കൂടുതൽ മനോഹരമാണ് കാണുവാൻ. അങ്ങനെ ഞാൻ സരയൂ നദിയുടെ തീരത്തെത്തി. ഇനി സരയൂ നദിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ സരയൂ നദി തന്നെയാണ് ഉത്തർപ്രദേശിലൂടെ ഇങ്ങനെ ചെന്ന് ഒഴുകി ചെല്ലുമ്പോൾ ഗംഗയായി രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മൾക്ക് സരയൂ നദിയും പുണ്യ നദിയാണ്. ഇതിന് തീരങ്ങളിൽ ഒരുപാട് പേരുണ്ട്. 1000 തവണ കാശിയിൽ താമസിച്ച് ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നതിനേക്കാൾ ഉചിതമാണ് ഒരു തവണ ഈ പുണ്യഭൂമിയിൽ ഈ സരയൂ തീരത്ത് മുങ്ങിക്കുളിച്ച എന്ന് പറയപ്പെടുന്നു. പണ്ട് അയോധ്യയിൽ ഒരു നദിയില്ലായിരുന്നു. അങ്ങനെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ മാനസ സരോവരം ഹിമാലയത്തിൽ നിന്ന് അവിടെ നിന്നും ഉത്ഭവിച്ച് ഇവിടെ എത്തിച്ചേരുന്നതാണ് ഈ സരയൂ നദി. ആ സരയൂ നദിയുടെ കാഴ്ചകളിലേക്ക് കുറേ നേരം കണ്ണോടിച്ച് നിന്നു. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അവിടെ. അതിലൂടെയൊക്കെ നമുക്ക് പോവാം. കുറെ പേർ മുങ്ങി തോർത്ത് കയറുന്നു. കുറെ പേർ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. കുറെ പേർ ദീപങ്ങളൊക്കെ കത്തിച്ച് ഇതിലൂടെ ഒഴുക്കുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും അടുത്ത ഗ്രൂപ്പുകാർ വന്നു. അവർക്കും ക്യാമറ കണ്ടപ്പോൾ വലിയ പ്രശ്നം. അവരും പണ്ട് കർസേവറായിരുന്നു. ഇവർ രാമനെയും മോദിയെയും ഉത്തർപ്രദേശിലെ നമ്മുടെ യോഗിയെയും കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരെയും ഇവർ ഒരേ ത്രാസിലാണ് തൂക്കി വെച്ചിരിക്കുന്നത്. അവരുടെ വിശ്വാസമല്ലേ, അവരുടെ രാഷ്ട്രീയമല്ലേ. അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാനും വെച്ചു. അവരുടെ കാര്യങ്ങളൊക്കെ ഞാനും കേട്ടു. എല്ലാവരോടും ജയ് ശ്രീരാം പറയണം, അതാണ് ഇവിടുത്തെ ഒരു രീതി. ഞാനും എല്ലാവരോടും ജയ് ശ്രീരാം പറഞ്ഞു. അങ്ങനെ സമയം സന്ധ്യയായി കഴിഞ്ഞിരിക്കുന്നു. ആരതിക്കുള്ള സമയമായി. ആളുകളെല്ലാം ഇരിപ്പിടങ്ങളിൽ സെറ്റായിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് ആരതിക്ക് നിൽക്കും. ആരതി തുടങ്ങുവാനുള്ള സമയങ്ങളൊക്കെ ആയി. ആരതിക്കുള്ള ഒരുക്കങ്ങളും ചിട്ടവട്ടങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരതി തുടങ്ങണം. ഈ സരയൂ നദി ശ്രീരാമന്റെ ജനനവും ശ്രീരാമന്റെ വനവാസവും അതിനുശേഷം ശ്രീരാമന്റെ അവസാനം നമുക്കറിയാം. ശ്രീരാമൻ ഈ സരയൂ നദിയിലേക്ക് മരണത്തെ വരികയും സ്വർഗലോകം പോകുകയും എന്നും ഒരു പറച്ചിലുണ്ട്. ലക്ഷ്മണനും അങ്ങനെയായിരുന്നു. അങ്ങനെ ശ്രീരാമന്റെ ജീവിതത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ സാക്ഷിയായ ഒരു പുണ്യ നദിയാണ് ഈ സരയൂ. ആ സരയൂ നദീതീരത്തിലാണ് ഈ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. ആരതി നല്ലൊരു വൈബാണ്, നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരും. അങ്ങനെ ശ്രീരാമന്റെ നേരം പോക്കുകൾക്ക് സാക്ഷിയായതിനാൽ ഇവൾക്ക് ഈ സരയൂവിന് കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ കാണും എന്നെപ്പോലെ തന്നെ. ഒരുപക്ഷെ നിങ്ങൾ ഇനി വരുമ്പോൾ ചോദിക്കണം. ആ ചോദ്യം നിങ്ങൾക്കായി ഞാൻ വിട്ടു നൽകുന്നു. അപ്പം എല്ലാവർക്കും ശുഭരാത്രി.